നമസ്കാരം എല്ലാവർക്കും. എല്ലാവർക്കും ഹാപ്പി വിഷു ഒരിക്കൽ കൂടി. ഇവിടെ രാവിലെ ഞങ്ങൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ രാത്രി എനിക്ക് ഒരു റെക്കോർഡിംഗ് കൂടി ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാറുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വെച്ചു ശരി കണിയൊക്കെ കണ്ടു കഴിഞ്ഞു, കുറച്ച് സമയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു ചെയ്യാൻ തോന്നി. റിലേഷൻഷിപ്പ് റീഡിങ് ആവാം ഇന്നത്തെ. ആൻഡ് വിഷു സ്പെഷ്യൽ ആവട്ടെ. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇന്നത്തെ ദിവസം നമ്മളൊരു ആഘോഷമുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടിയോ ഇല്ലേ എന്നറിയില്ല. നിങ്ങൾ വിഷു എന്താ പറയുക, ആശംസകൾ കിട്ടിയോ, അല്ലെങ്കിൽ സംസാരിക്കാൻ സംസാരിച്ചോ, മെസ്സേജ് വന്നോ എന്നൊന്നും അറിയില്ല നമുക്ക്. എന്നാലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ശരി, നമുക്ക് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് അവരെക്കുറിച്ച്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, സംസാരിച്ചില്ലെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിച്ചാലും അവരുടെ മനസ്സിലെന്താണെന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് അറിയാൻ നോക്കാം, കറണ്ട് ഫീലിങ്സ് ആയിട്ട്. അവർ നിങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയില്ല, ബട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, നമുക്ക് അവരെ ഡീപ്പ് ഫീലിങ്സ് ആയിട്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയാൻ നോക്കാം. 2 പൈലുണ്ട്. ലോങ് റീഡിംഗ് ഒന്നും ആവില്ല, എന്നാലും ജസ്റ്റ് പറ്റുന്നത്ര. 2 പൈലുണ്ട്. പൈൽ 1 മയില് പീകോക്ക്. ആൻഡ് പൈൽ 2 നല്ല ഇതൊരു ബുക്ക് മാർക്ക് പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടത്. ജസ്റ്റ് അവരുടെ ഇപ്പോഴത്തെ ഇന്നത്തെ ദിവസം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവർ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. പൈൽ 1 തുടങ്ങാം നമുക്ക്. പൈൽ 1. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലെന്താണ്, അവരുടെ ഡീപ്പ് ഫീലിങ്സ് എന്താണ്, അങ്ങനെ നോക്കാം അല്ലേ. അവരുടെ ഡീപ്പ് ഫീലിങ്സ് ഇന്നത്തെ ദിവസം എന്താണ്. വിഷു ദിവസമാണ്. നിങ്ങൾക്ക് വിഷു ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വേറെ വല്ല ക്രിസ്ത്യൻസ് മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളത് ആഘോഷിക്കില്ല അല്ലേ, എന്നാലും സാരില്ല, കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ഒരു പേര് നമ്മളെല്ലാവരുടെയും ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊരു ആഘോഷത്തിൻ്റെ ആ ഒരു നടക്കുമ്പോൾ ഒരു ഫീലിങ്സ് വേറെ തന്നെ ആയിരിക്കും. സോ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ആദ്യം തന്നെ വെരി ഗുഡ്. ആൻഡ് ഹയറോഫന്റ് ഫസ്റ്റ് പൈലുകാർക്കാണിത്. കമ്മ്യൂണിക്കേഷൻ 8 ഓഫ് വാൻഡ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. 4 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ്, 5 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 9 ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു സമയം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം, സമയത്തിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നു എന്ന് പറയാം. ഇന്നത്തെ ദിവസം ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് തൽക്കാലം. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് കണക്കാക്കാം. ഒരു മാറ്റം വരുന്നു, അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഈ ഒരു എനർജിയുടെ ചേഞ്ച് ആയിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം കൊണ്ടുവരും. അവർ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് അവരുടെ ഫീലിംഗ് ഉണ്ട്. അവരുടെ മനസ്സിൽ ഒരു ഫീലിംഗ്, അതായത് അവർ ട്രഡീഷണലായിട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ട്രഡീഷണൽ കാര്യങ്ങൾ എന്താ പറയുക, ട്രഡീഷണൽ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. സോ അപ്പോൾ ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയും പറയാം നമുക്ക്. വിഷു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പൊതുവേ അവരുടെ മനസ്സിൽ തന്നെ ഒരു വളരെ ട്രഡീഷനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയില്ല, ഇങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനത്തെയൊക്കെ അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അവരുടെ മനസ്സിൽ നിന്ന് വളരെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും. എന്ന് മാത്രമല്ല അവർ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ ഒരു ട്രഡീഷണൽ വേയിൽ നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അത്രയും നമ്മൾ ഓണസ്റ്റായിട്ട് ഒരാളോടൊരു ഇഷ്ടം, സ്നേഹം എന്നൊക്കെയുള്ള ഫീലിംഗ് നമുക്ക് പറയാം. ആൻഡ് അത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ വരുന്നതായിട്ടാണ്. 8 ഓഫ് വാൻഡ്സ് ആണ്. 8 ഓഫ് വാൻഡ്സ് അവർക്ക് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ട്, കാണാൻ വരുന്നു, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ചാൻസ് ആണ്, സംസാരിക്കാൻ ചാൻസ് ആണ്, കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു ഇതാണ്. ഈ കാർഡ് അങ്ങനെയാണ് പറയാറ്. സോ ഇന്നത്തെ ദിവസം അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഇവിടെ ചിലവർക്ക് കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം. ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ 4 ഓഫ് സോർഡ്സ് ആണ്. സോ മേ ബി നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. അത് തേർഡ് പാർട്ടി കാരണമായിരിക്കാം. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട്. ആൻഡ് ഇത് ഒരു മാരേജ് കാർഡ് കൂടിയാണ് നമ്മൾ പറയാറ്. സോ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ആ കാരണം കൊണ്ടായിരിക്കാം അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, നോ കോൺടാക്റ്റിന് പോസിബിലിറ്റി ഉണ്ട്. അവരിപ്പോൾ
പക്ഷെ ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ ആക്ച്വലി അവർ നിങ്ങളെ അഗൈൻ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് ഇടാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റുമായിട്ട് വരാൻ, നിങ്ങളെ കാണാൻ, മീറ്റ് ചെയ്യാൻ, ആ രീതിക്ക് ഒരു തുടക്കം, ഒരു നമ്മൾ പറയില്ലേ, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ ഒരു കോണ്ടാക്ട് വരുത്തുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോടൊരു ഗിഫ്റ്റ് തരാം. നിങ്ങൾക്ക് വിഷു ഒക്കെയാണ്, അല്ലെങ്കിൽ ഈദ്, പെരുന്നാൾ എല്ലാം വന്നു പോയി. ഇപ്പോൾ ഈസ്റ്റർ വന്നു, ഈദ് വന്നു, എല്ലാം വന്നു. സോ മേ ബി നിങ്ങൾക്ക് ഏതാണോ അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണം എന്ന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആശംസ, വിഷ്. പിന്നെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു സോറി പറയൽ ചിലവർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് അതുമായിരിക്കാം. ആ രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ എവിടെയോ അവർ ആ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് പേടി ഉണ്ടാവാം എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിംഗും ഉണ്ട്. ദറ്റ് നിങ്ങളെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, 5 പെൻറ്റിക്കിൾസ് നമുക്ക് അങ്ങനെയും പറയാം. അവർക്ക് നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് അഗെയിൻ ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയും. അവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ട് വീണ്ടും ഒരു സമയം മാറി ഒരു കമ്മ്യൂണിക്കേഷൻ വരുത്തുക. എനിക്കിപ്പോൾ അത്രേ മെയിൻലി ഇപ്പോൾ എനിക്ക് അവിടെ പറയാനുള്ള അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും, ഓക്കെ, അല്ലെങ്കിൽ അവർ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചിലവർക്ക് 5 പെൻറ്റിക്കിൾസ് വരുമ്പോൾ ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവരെല്ലാം അങ്ങനെ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഫീലിംഗ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ട്. അതായത് അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ അവർക്ക് തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. അവർക്കിപ്പോൾ എന്താ പറയുക, നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട് എന്ന രീതിയിൽ പറയാം. സോ അവർ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി വരും എന്ന് പറയാം. ഓക്കെ, നല്ല സമയം വരുന്നു എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ആയിരുന്നെങ്കിൽ അപ്പോൾ സമയം മാറി വരുമ്പോൾ എന്താവും, കോണ്ടാക്ട് വരും എന്ന് പറയാം. ഓക്കെ, സോ ആ കോണ്ടാക്ട് വരുന്നത് ഒന്നുമില്ലെങ്കിൽ അവരെ ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷനായിട്ട് വിഷ് പറയാനോ, ഒരു ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റെങ്കിലും നിങ്ങൾക്ക് തരാൻ പോലെ, അങ്ങനെ ആ രീതിക്ക് ഒരു മീറ്റിംഗ് ആണ്, പോസിബിൾ ആണ്. ആൻഡ് ഇവിടെ ഓക്കെ, അഗൈൻ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ പറഞ്ഞു ആഗ്രഹം നടക്കുന്ന രീതിയിൽ എന്നുള്ളത്. അതായത് അവർക്ക് ആഗ്രഹം അത് തന്നെയാണ്, നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ എന്ന രീതിക്ക് തന്നെയാണ്, ഒന്നിച്ച് പോകണം എന്ന രീതിക്ക് തന്നെയാണ് അവർ ആഗ്രഹം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നോ കോണ്ടാക്ട് ആണെങ്കിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. അതുപോലെ ഈ കാർഡ് നമുക്ക് അവർ തേർഡ് പാർട്ടി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ സിറ്റുവേഷൻ സപ്പോസ് തേർഡ് പാർട്ടി ഒന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാം, ഉറപ്പാണ്. തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കുറിച്ച് പറയാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അവരുടെ ഇൻറ്റ്യൂഷൻ വെച്ച് അവർക്ക് മേ ബി അവരിപ്പോൾ കുറച്ച് തിങ്കിങ് ഒരു സമയങ്ങളിലായിരിക്കാം, എന്താ വേണ്ടത് എന്നുള്ള ആലോചനയായിരിക്കാം, അങ്ങനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ഇല്ല അവർ വരും എന്തായാലും എന്നുള്ളൊരു ഉറപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അതിനെക്കുറിച്ചും പറയാം. ഇത് പിന്നെ നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന കാര്യം പറയാം. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി ഒരു മെച്യൂർഡായ പേഴ്സൺ ആണ്, നിങ്ങൾ കുറെ കൂടി ദൈവത്തിനോട് അടുത്ത ആളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത് 2-3 തരത്തിൽ പറയാം ഇവിടെ. പക്ഷെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യമാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവർ പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു മാരേജിൻ്റെ കൂടെ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, കാരണം ഞാനത് ഹൈറോഫൻറ്റ് വന്നതുകൊണ്ട് അതുകൂടി പറയുകയാണ്. മാരേജ് ഇൻഡിക്കേഷൻ കൂടിയാണ്, നിങ്ങളുമായിട്ട് ലൈഫ് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന രീതിയിൽ അത് അവരുടെ ഒരു ആഗ്രഹമാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും ഞാനതാ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നല്ല, അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, എക്സ്പ്രസ് യുവർ ലവ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലെറ്റ് പീപ്പിൾ നോ ദാറ്റ് യു ലവ് ദം. യു ഹാവ് നത്തിങ് ടു ലൂസ്. ആക്ച്വലി ഇത് നിങ്ങളോടല്ല, എനിക്ക് അവരോട് പറയുന്ന പോലെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇതുണ്ടാവും, ദറ്റ് എക്സ്പ്രസ് ചെയ്യണം അവരുടെ ഫീലിംഗ് എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അവർക്ക് ആ ഒരു തോന്നൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ട്രോങ് ഫീലിംഗ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ല സന്തോഷമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാളയാ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ വരും എന്ന് പറയില്ലേ. ലവ് യുവർ ഷാഡോ, ആക്സെപ്റ്റ് ആൻഡ് വർക്ക് വിത്ത് ദ ഫ്ലോസ് ഇൻ യുവർ സെൽഫ് സോ യു ക്യാൻ ലേൺ ടു ആക്സെപ്റ്റ് ആസ് ദേ ആർ, അതേഴ്സ് ആസ് ദേ ആർ. ഇത് നിങ്ങളോടുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. ആക്ച്വലി ഇതും ഞാൻ ഈ കാർഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചാടി ഇപ്പം അങ്ങോട്ട് പോവും, അതാണ് എനിക്കൊരു ടെൻഷൻ. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ആക്ച്വലി ഇപ്പോൾ പെരുന്നാളാണ്, വേറെ എന്തെങ്കിലും ആണ്, ഈദാണ്, വിഷുവാണ്, എന്ത് തന്നെ വന്നാലും ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് അങ്ങോട്ട് കാണിക്കാം, ഓക്കെ. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങാനും സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അപ്സെറ്റ് ആവാൻ പാടില്ല, ഓക്കെ. നിങ്ങൾ അപ്സെറ്റ് ആവരുത്, നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, ഓക്കെ. കാരണം നിങ്ങൾ ചെയ്യുന്ന എന്താണ്, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടൊരു വിഷ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങോട്ട് വിഷ് അയക്കുന്നത് അത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നു, ഓക്കെ. തിരിച്ചെന്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. അവർ തിരിച്ച് ചെയ്യും, മെസ്സേജ് ചെയ്യും, എന്നെ വാല്യൂ, ഇതൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തേക്കാം, ഓക്കെ. ആലോചിച്ച് ചെയ്യുക. പക്ഷേ ഓക്കെ. ആൻഡ് ഇത് ലവ് യുവർ ഷാഡോ, നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഷാഡോ സെൽഫ് ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് കോ ഡിപ്പെൻഡൻ്റ് ഒക്കെ ആയി പോകുന്നുണ്ട്, നിങ്ങൾക്ക് അവരില്ലാതെ പറ്റുന്നില്ല, അവരെ പിന്നാലെ ഇങ്ങനെ ചേസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എവിടേക്കോ നിങ്ങളുടെ ഉള്ളിലെ ചില സെൽഫ് ലവിൻ്റെ കുറവൊക്കെയാണ് കാണിക്കുന്നത്. അതിലൊക്കെ ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ. നത്തിങ് ഹാസ് ഗോൺ റോങ്, ട്രസ്റ്റ് ദ പ്രോസസ്, ദിസ് കണക്ഷൻ ഇസ് ഡിവൈൻലി ടൈം. ഞാൻ നേരത്തെ ഇത് കണ്ടു ആക്ച്വലി, സന്തോഷം. ഓക്കെ. ഇവിടെ നിങ്ങൾ ആക്ച്വലി ഇവിടെ എനിക്ക് കാണുന്നത്, നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രോബ്ലം അല്ല എന്നാണ് പറയുന്നത്, ഓക്കെ. കാരണം ചില സംഭവങ്ങൾ നടക്കേണ്ടതാണ്, കാരണം അത് കാര്യങ്ങളൊന്ന് തെളിഞ്ഞ് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഡിവൈൻ ടൈമിൽ എല്ലാം ശരിയായി വരും, ബെറ്ററായി വരും എന്നാണ് പറയുന്നത്. Boundaries, you need to teach people how to treat you by being clear on what you will or won't allow. നിങ്ങൾ കൂടി ഇത് തീരുമാനിക്കണം, ഓക്കെ. നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ആൾക്കാരെ എന്നുള്ളത്, ഓക്കെ. നിങ്ങളത് കാണിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് തെറ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത് ഇത് അക്സെപ്റ്റബിൾ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ബൗണ്ടറീസ് വെക്കാം എന്ന് പറയില്ലേ, തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക എന്നൊക്കെയുള്ള സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങളപ്പോൾ അത് പറയണം, ഇല്ല എനിക്ക് അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന പോലെ വരാൻ പറ്റുക അങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്നെ കൂടി റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് പറയണം. ഇത് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ അവിടെ കൂടുതൽ പറയുന്നില്ല, ഓക്കെ. ഇത് മാഗ്നറ്റിക് കണക്ഷനാണ്, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പുള്ളാണ്, ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മേ ബി വിട്ടുപോകാനും പറ്റാത്തത്, ഓക്കെ. അവർക്കും ഉണ്ടാവും ഫീലിംഗ്, ഓക്കെ. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് റൊമാൻസ്. നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ബെറ്റർ ആവും, ആൻഡ് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കാം. ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, യെസ്, നേരത്തെ നമ്മൾ ഹൈ പ്രിസ്റ്റസ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞാണ്, ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് കോസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെപ്പറ്റി അതർ പീപ്പിൾ മേ ബി ഇൻ്റർഫിയറിങ്, ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഇടയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കും, അവരാണ് ഇടയിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നത്, ഓക്കെ. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ വേറെ നിങ്ങളെക്കുറിച്ച് ആവണം എന്നില്ല, അവരെ ലൈഫിലുള്ള വേറെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്, ഓക്കെ. സോ പക്ഷെ അവർ ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടിയത്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്, ഓക്കെ. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണം തോന്നിയാൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇട്ടോളൂ, പക്ഷെ റിപ്ലൈ വന്നില്ലെങ്കിൽ കരയാൻ നിൽക്കരുത്, സ്ട്രോങ് ആയിട്ടിരിക്കുക, ഓക്കെ. നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ സ്നേഹമാണ് അല്ലേ, അപ്പോൾ മറ്റേ ആളതിനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, ഓക്കെ. മെസ്സേജ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മിണ്ടാതെ ഫോൺ ഓഫ് ചെയ്ത് അവിടുന്ന് പോവാം, ഓക്കെ. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾറെഡി 10 ദിവസം കഴിഞ്ഞു എന്നാലും ഞാൻ പറയുന്നു, ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കാം, ഓക്കെ. സെക്കൻഡ് പൈലിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ നന്നായിട്ട് ഷഫിൾ ചെയ്യാണ് ഞാൻ, ഫസ്റ്റ് പൈലിന് എടുത്തല്ലേ, അതുകൊണ്ട് ഓക്കെ. ലെറ്റ്സ് സീ ഒന്നുകൂടി. സെക്കൻഡ് പൈലിന് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് ഡീപ്പ് ഫീലിംഗ്, അവരുടെ എന്താണ്. ഓക്കെ, സെയിം വന്നാൽ ഞാനൊന്ന് മാറ്റൂ കേട്ടോ, കാരണം അത് ഫസ്റ്റ് പൈലിൽ വന്നതാണ്. ഒരേ കാർഡ്സ് വരുന്ന, ഓക്കെ ഇല്ല, ഓക്കെ ഗുഡ്, ഷഫിളായിട്ടുണ്ട്. അപ്പോൾ ഫൈൻ, ഓക്കെ. ഒട്ടും ഷഫിളായില്ലേ എന്ന് വിചാരിച്ച് പറയാൻ, ഇത്രയും ചെയ്തിട്ട്, ഓക്കെ ഗുഡ്. മാറ്റുന്നില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ, സോ അത് വരാനുള്ളതാണ്. ഓക്കെ ഗുഡ്, ഓക്കെ. സ്റ്റാർ, wands and six of swords. ഓക്കെ, ഇവിടെ കാണുന്നത് നമ്മുടെ
അഗെയിൻ ഫസ്റ്റ് പൈലും നിങ്ങൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവാം, എവിടെയെങ്കിലുമൊക്കെ പോയി വേണമെങ്കിൽ കണ്ടോളൂ ഫസ്റ്റ് പൈലും. കാരണം അവിടെയും ഫസ്റ്റ് വന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഒരു സമയം മാറ്റം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, രണ്ടിലും ഒരു സമയം മാറ്റത്തിനെ കുറിച്ചാണ്, ലക്ക് മാറി വരുന്നതിനെ കുറിച്ചാണ്, സമയത്തിൻ്റെ ചേഞ്ച്, ഒരു ഫെയ്റ്റഡ് കണക്ഷൻ എന്നൊക്കെ രീതിയിൽ. ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ, ഒരു എന്താ പറയുക, വിധി എന്ന് പറഞ്ഞ പോലെ വിധി നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്നു, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്നു എന്നൊക്കെ പറയാം. സമയം മാറി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ മുൻപ് എന്ത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നോട്ട്, അങ്ങനെ പറയാം. ഓക്കെ, ഇന്നത്തെ ദിവസം ആൻഡ് ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ. ഓക്കെ, ഇവിടെ സക്സസ്, വിക്ടറി എന്നൊക്കെയാണ് ആദ്യം തന്നെ കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു വിക്ടറിയിലേക്ക് എത്തും എന്ന് പറയാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, പക്ഷേ അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ 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 കൺഫ്യൂസ്ഡ് ആണ്. അവർ എന്താ ചെയ്യേണ്ടത് എന്ന് അവർക്ക് ഇപ്പോൾ ഒരു പിടിയില്ല. ഓക്കെ, അവർ ഇതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് പാത്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റക്കാണ് അവർ, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടത് എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല എന്ന് പറയാം. ഓക്കെ, അവർ പല കാര്യങ്ങളിലും സ്റ്റക്കായിരിക്കാം, അവരുടെ ലൈഫിലെ കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കാം, ചിലപ്പോൾ ഇത് അവരുടെ ലൈഫിനെ കുറിച്ചായിരിക്കാം, അവരുടെ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, ചില എന്താ പറയുക, കരിയർ പാത്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കണം, എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കരിയറോ ലൈഫോ വേറെ പഠിപ്പോ എന്തു തന്നെയായാലും അങ്ങനെ രണ്ട് കാര്യങ്ങളിൽ അവർ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അതിന് രണ്ടും 2 of Wands 2 of Swords. ഓക്കെ, ചിന്തകളും ആക്ഷനും രണ്ടും രണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ചിന്തകളും കൺഫ്യൂസ്ഡ് ആണ്, ആക്ഷൻസും അവർക്ക് പറ്റുന്നില്ല. സോ അതിൽ അവർ സ്റ്റക്കാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ വളരെയധികം സ്റ്റക്കാണ്. ജസ്റ്റിസ് ചെയ്യണം എന്നുണ്ട് അവർക്ക്. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കണം, നിങ്ങൾ ന്യായമായ ഒരു തീരുമാനം എടുക്കണം എന്നവരുടെ മനസ്സിലുണ്ട്. നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുണ്ട്, നിങ്ങളോട് ന്യായമായത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. ആക്ച്വലി ഇവിടെ സ്റ്റാർ കാർഡ് നമ്മൾ ഹോപ്പ് എന്ന് മാത്രമല്ല, ഇതിൽ കാർഡ് കൂടി നോക്കിക്കോളൂ, ഇതിലും 2 ആണ്. രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, ബാലൻസിൻ്റെ കാര്യമാണ്, ജസ്റ്റിസിൻ്റെ കാര്യമാണ്. ഇവിടെയും അതേപോലെ, ഇവിടെയും 2, ഇവിടെയും 2. സോ 222 നമ്പർ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാണുന്നുണ്ടാവാം. ഓക്കെ, 222 പറയുമ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ തീരുമാനം നിങ്ങളായിരിക്കാം എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചില ഡിസിഷൻസ് എടുക്കേണ്ട സമയമാണ്, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണ് അവരുടെ ലൈഫിൽ. ഓക്കെ, എന്താണ് വേണ്ടതെന്ന് ഐ തിങ്ക് അവർക്ക് തന്നെ എന്താ വേണ്ടതെന്നുള്ള ആലോചനയിലായിരിക്കും അവർ. സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണ്ടേ. ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. സോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ. ഓക്കെ, ആ കാര്യം പറയാം. നമ്മളിപ്പോൾ ചോദിച്ചാൽ എന്തായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഡീപ്പ് ഫീലിങ്സ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുണ്ട്, നിങ്ങൾ ലൈക്ക് മാരീഡ് സെപ്പറേറ്റഡ് അങ്ങനെ, ഓക്കെ അങ്ങനെയും പറയാം. ഓക്കെ, ലീഗലി നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആവാൻ വലുതും ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ ആയിരിക്കാം റീഡിങ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ മാരേജ് നിലനിൽക്കുമോ എന്നുള്ളതായിരിക്കാം, നിങ്ങൾ മാരേജ് വിട്ടുപോകണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചിന്തകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ മാരീഡ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഇനിയൊരു മാരേജ് മുന്നോട്ട് പറ്റുമോ സാധിക്കുമോ, അപ്പോൾ ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയാം. ഓക്കെ, അവർ നിങ്ങളോട് ന്യായമായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായിരിക്കാം, പക്ഷെ ഇത് അവർ നമ്മുടെ ഡീപ്പ് ഫീലിങ്സാണ് നോക്കുന്നത്. സോ അവർക്ക് ന്യായമായത് നിങ്ങളോട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, ഈ കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അവർക്ക് എവിടെ ഒരു പ്രതീക്ഷയുണ്ട് ശരിയാവും കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഒരു തീരുമാനം. പക്ഷേ ഇത് കണ്ടു, ഇതും 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ 1 2 3 4 കാർഡ്സ് 4 കാർഡും നമുക്ക് 2 2 2 എന്ന് വിളിക്കാം. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഒരു ബാലൻസ് ഇവിടെ വരാനുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനത്തിൻ്റെ ഒരു വക്കിലാണെന്ന് പറയില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഈ തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് ഓക്കെ, ഈ ഒരു ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷനിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഹാങ്മാനിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം എന്ന് പറഞ്ഞ പോലെ പറയും. ശരിക്കും വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, നമ്മളുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറും എന്ന് പറയും. അതങ്ങനെ തന്നെയാണല്ലോ, അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ അതായത്
ഇപ്പോൾ നിങ്ങളെ വേണമെന്ന് ചൂസ് ചെയ്ത് ഇതിൽ സക്സസ് വേണം നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണം, നിങ്ങളെ റിലേഷൻഷിപ്പ് നിങ്ങളെ ചൂസ് ചെയ്തിട്ട് സക്സസ് വേണം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. ഓക്കെ, അല്ല അവർ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അവർ ബേർഡൻ അവർ ഫീൽ ചെയ്യുന്ന, ഓക്കെ ആക്ച്വലി അങ്ങനെ തോന്നുന്നില്ല എനിക്ക് അവർ സക്സസ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരൊരു ബേർഡൻ അനുഭവിക്കുന്നുണ്ട്, അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ആൻഡ് 6 of Swords ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയാം. നിങ്ങളും ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡാണ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് മുന്നോട്ട് പോവോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇതിൽ പ്രതീക്ഷ വെക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, ആ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ന്യായം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നും ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കണക്കിൽ. പക്ഷേ ഇവിടെ എനിക്ക് ആക്ഷൻ ആയിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടോ എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും കാണുന്നില്ല, ഒരു അനക്കവും കാണുന്നില്ല. പേഴ്സൺ സ്റ്റക്കാണ്, കൺഫ്യൂഷനാണ്, വളരെ വളരെ ലൈക്ക് മൈൻഡ് ടോട്ടലി കൺഫ്യൂസ്ഡ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അവരതിൻ്റെ സ്ട്രെസ് അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ ഇപ്പോൾ ഇതിലൊരു പീസ് കിട്ടുമോ എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെയാണ്. ഞാൻ ആക്ച്വലി ഒന്ന് ബോട്ടം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ മേ ബി നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഹോപ്പ് വെക്കാം നമുക്ക്, കാരണം അവർ വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു മാരേജ് കൂടിയാണ്. സോ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല. ഓക്കെ, പക്ഷേ മൈൻഡ് ഇപ്പോഴും അവർക്ക് തീരുമാനമായിട്ടില്ല. അവർ മൈൻഡ് തീരുമാനം എടുത്തിട്ടില്ല. അവർ കൺഫ്യൂസ്ഡ് ആണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ഡിസ്റ്റൻസ്. The separation you are experiencing is necessary to help the relationship grow. ഇതും കാണിക്കുന്നത് ആക്ച്വലി ഡിസ്റ്റൻസിൻ്റെ കാർഡാണ്. ഓക്കെ, ദൂരെയാണെന്നുള്ളൊരു കാർഡാണ്. ആക്ച്വലി ഇതും കാണിക്കുന്നത് നമ്മൾ ദൂരെയാണ് എന്നുള്ളൊരു കാർഡാണ്. സോ ഞാനത് വിചാരിച്ചാണ്. ബട്ട് എനിവേ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇപ്പം ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ഈ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാൻ, അതാ ഞാൻ പറഞ്ഞ ആക്ച്വലി നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ മേ ബി അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ പകർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് പോയതെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, വളരെ നല്ല കാര്യം, നിങ്ങൾ മാറി നിന്നോളൂ, അങ്ങോട്ട് പോകണ്ട, ഇപ്പം നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അവർ ഈ ഒരു സിറ്റുവേഷൻ, ഈ സ്റ്റക്കിൽ നിന്ന് അവർ പുറത്ത് മാറി വരണം. നിങ്ങൾക്ക് വേണ്ടി ഒരു ജസ്റ്റിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവട്ടെ. ഓക്കെ, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടെ. യെസ്, അത് പലപ്പോഴും അത് കറക്റ്റാണ്, കാരണം ആ ഒരു ഡിസ്റ്റൻസ് അവിടെ ആവശ്യമാണ്. ഓക്കെ, ഒരുപാട് ഷഫ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂ ലവ്. ഓക്കെ, ഡിസെപ്ഷൻ. ഈ ക്യാമറ സ്റ്റാൻഡിനെ തട്ടുമോ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അതിൻ്റെ അടുത്തായിരിക്കുന്നത്. ഞാൻ പുതിയ സെറ്റപ്പ് ആയതുകൊണ്ടാണ് ലേശൊരു ഞാൻ. ഓക്കെ, ഡിസ്റ്റൻസ് പറഞ്ഞു നമ്മൾ ഓൾറെഡി. ആൻഡ് ന്യൂ ലവ് എന്ന് പറയുന്നുണ്ട്. എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ്, വെദർ ഇറ്റ് ഇസ് വിത്ത് എ ന്യൂ പാർട്ട്ണർ ഓർ ഇൻ ദ കറണ്ട് റിലേഷൻഷിപ്പ്, രണ്ടും ആവാം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു സക്സസ് വന്ന് നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അതിനിപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് കാർഡ്സിൽ അത് ഇൻഡിക്കേഷൻ അത്ര കിട്ടിയിട്ടില്ല. സോ മേ ബി ഈ പേഴ്സൺ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. ഡിസെപ്ഷൻ. someone is wearing a mask in this relationship. ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് പലതും ഹൈഡ് ചെയ്യുന്നു എന്ന് പറയാം. അവരുടെ ട്രൂ ഫീലിങ്സ് അവർ നിങ്ങളോട് റിവീൽ ചെയ്യുന്നില്ല എന്ന് പറയാം. അവർക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, പക്ഷേ അതവർ പറയുന്നില്ല. ഓക്കെ, ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം. ചിലവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന രീതിക്കും പറയാം. പക്ഷെ ഇവിടെ തോന്നിയില്ല. പക്ഷേ ചീറ്റിംഗ് എനർജി എനിക്ക് കിട്ടിയിട്ടില്ല, സത്യം പറഞ്ഞാൽ ടാരോയിൽ കിട്ടിയിട്ടില്ല. സോ ഇത് വന്നതുകൊണ്ട് മേ ബി എനിക്ക് തോന്നുന്നത് അവരുടെ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്ന് പറയാം. ഓക്കെ, നമ്മളെല്ലാം കണക്ട് ചെയ്ത് പറയണം, അങ്ങനെയാണ്. So take your power back. You are giving someone control over how you feel. Your happiness should only depend on you. നിങ്ങൾ ഈ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഹാങ് മാനിലെ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ അവരുടെ തീരുമാനം വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇവർ തീരുമാനം എടുക്കാൻ ഇനിയും സമയമെടുക്കും. അവരാലോചിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് അവർ ഒരു തീരുമാനം എടുത്ത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കൂടി നിങ്ങളുടെ കാര്യം ആലോചിക്കൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ പവർ നിങ്ങളുടെ കയ്യിൽ എടുക്കൂ എന്നാണ് പറയുന്നത്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡെഫിനറ്റ്ലി. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങണം. ദറ്റ് നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യും, എത്രത്തോളം കാലം നിങ്ങളിങ്ങനെ നിൽക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, നത്തിങ് ഹാസ് ഗോൺ റോങ് എന്ന് പറയുന്നുണ്ട്.
ട്രസ്റ്റ് ദ പ്രോസസ്, ദിസ് കണക്ഷൻ ഇസ് ഡിവൈൻലി ടൈംഡ്. ആക്ച്വലി ഈ കാർഡ് ഫസ്റ്റ് പൈലിലും വന്നു, വീൽ ഓഫ് ഫോർച്യൂണും ഫസ്റ്റ് പൈലിൽ വന്നു. സോ രണ്ടും പറയുന്നത് ഇവിടെ ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ ശരിയായിട്ട് വന്നോളും എന്നാണ് പറയുന്നത്. അത് ഏത് തന്നെ ആയാലും. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ദാറ്റ് ഒന്നുമില്ലെങ്കിൽ ഈ പേഴ്സൺ കറക്റ്റായിട്ട് വരാം, ശരിയായിട്ട് വരാം, തീരുമാനം എടുത്ത് ശരിക്കും വരാം, ഇല്ലെങ്കിൽ വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അതെന്ത് തന്നെ ആയാലും ഡിവൈൻ ടൈമിൽ നടക്കും. ഡിവൈൻ തീരുമാനിച്ചിട്ടുണ്ട്, ഡിവൈൻ്റെ ചില തീരുമാനങ്ങൾ നടക്കും. ഓക്കെ, നിങ്ങൾ പക്ഷേ സ്റ്റക്കായി നിൽക്കണോ വേണ്ട, ഇങ്ങനെ ചില തീരുമാനങ്ങൾ നിങ്ങളും എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ബി ഓണസ്റ്റ്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ആർ നെസസറി. ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ടോക്ക് അബൌട്ട് യുവർ ഫീലിങ്സ്. നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ അവരുടെ തീരുമാനം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് തോന്നുന്നത്. നിങ്ങൾ തീരുമാനം എടുക്കൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ പറയൂ. ഓക്കെ, അതുകൂടി ഇവിടെ ആവശ്യമാണ്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. അവർ ഇപ്പം സെപ്പറേഷൻ പക്ഷെ നല്ലതാണ്, കുറച്ച് സമയം കൊടുത്തേക്കുക. ഓക്കെ, ഒരു അല്പം വെയിറ്റ് ചെയ്യുക. എടുത്തു ചാടി ഇപ്പം നിങ്ങളൊന്നും ചെയ്യാൻ പോണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, സമാധാനമായിട്ട് നോക്കുക, വാച്ച് ചെയ്യുക, എന്താ നടക്കുന്നതെന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ഭാഗത്തു നിന്നൊന്നും കാണുന്നില്ല, കുറച്ച് കാലം ഒരാഴ്ചയായി, 1 മാസമായി, 3 മാസമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് പവർ എടുക്കുക. ഓക്കെ, ഇതാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക. അവരെന്ത് പറയുന്നു എന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഓക്കെ, അവർക്ക് ഓക്കെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അത്രയും കാലം ഇവിടെ കരഞ്ഞു തീർത്തത് എന്തിനായി, അല്ലേ? ഐ മീൻ ആ ടൈം വെറുതെ അല്ലേ നിങ്ങളുടെ പോണത്. സോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ ആൾ വരും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കരുത് ഒരിക്കലും. ഓക്കെ, അതിൻ്റെ ഒരു ഇതാണ്. ഇനി ഇതൊക്കെ കൂടുതൽ നമുക്ക് പറയാം പിന്നീട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ്. പൈൽ 1, പൈൽ 2 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ നല്ല സമയങ്ങളാണ്, നല്ലോണം പ്രാർത്ഥിക്കുക, ഈശ്വരനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.